നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരു സന്യാസി എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു പൊതുബോധം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അതായത് നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ സംസ്കാരത്തെ, സമാജത്തെയൊക്കെ അത്രമേൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ആളുകൾക്ക് ആത്മീയപരമായിട്ടുള്ള അറിവ് പകർന്നു നൽകുകയും ചെയ്യുന്ന ആളാണ് സന്യാസി. എന്നാൽ ഇത്തരം സന്യാസിമാർക്ക് പേര് ദോഷം വരുത്താനായിട്ട് ചില ആളുകൾ ഇന്ന് പലയിടങ്ങളിലും പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത്തരം കാര്യങ്ങൾക്കെതിരായി ശക്തമായി പ്രതികരിക്കുന്നത് നമ്മുടെ സമാജം തന്നെയാണ്. മറ്റുള്ള മതവിഭാഗങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഹിന്ദു സമാജം എന്നും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനായിട്ടുള്ള സ്വാമി സുനിൽദാസിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 3000 കോടി രൂപയോളം റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടുമെന്ന് ഒരു വ്യവസായിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിച്ച കേസിലാണ് സുനിൽദാസ് അറസ്റ്റിലായിരിക്കുന്നത്. ചേച്ചി, ഇപ്പം ഇങ്ങനത്തെ പല സ്വാമിമാരുണ്ട്. ഈ സ്വാമിയാണ്, പല കഴിവുകളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്വാമിയൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവർ പല തട്ടിപ്പുകൾ നടത്തുന്നു, പല ആളുകളുടെ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പലതരം കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെ നിലയ്ക്ക് നിർത്തേണ്ടതല്ലേ? തീർച്ചയായും. അത് സന്യാസം മാത്രമല്ല, ഇപ്പോൾ സന്യാസികൾ, പൂജാരികൾ, ജ്യോത്സ്യന്മാർ, ഈ 3 വിഭാഗത്തിലും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതിൽ കൂടുതലും ഈ സന്യാസത്തെയും അതുപോലെ തന്നെ ഈ പൂജാ പ്രവൃത്തികളെയും അതുപോലെ തന്നെ ഈ ജ്യോത്സ്യത്തെയും ബിസിനസ്സായി കാണുന്നവരാണ് ഇവർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആ കാര്യങ്ങൾ അറിയുകയോ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ അറിയുന്നവരായിരിക്കും. അത് വെച്ച് ജനങ്ങളുടെ ഇടയിൽ ഇവർ വിശ്വാസം ആർജിക്കും. ഈ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ സംബന്ധിച്ചാണെങ്കിൽ പൂജാരിമാരുടെ അടുത്തേക്ക് എല്ലാ സ്ത്രീകളും ചെല്ലും. അപ്പോൾ ഈ സ്ത്രീകളെല്ലാം പൂജാരിമാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയ രീതിയിൽ ഇവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചില പൂജാരിമാരോട് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെച്ച് ഈ പൂജാരി നല്ലവണ്ണം ഉപയോഗപ്പെടുത്തുന്ന കണ്ടിട്ടുണ്ട്. ചില സ്ത്രീകളൊക്കെ വഴിപാട് കഴിക്കാനൊക്കെ ചെല്ലുമ്പോൾ അവരുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത് തിരുമേനി എന്നൊക്കെ ചോദിക്കും. ആ സ്ത്രീകളെ കുടുംബ പ്രശ്നമൊക്കെ മനസ്സിലാക്കിയിട്ട് സ്ത്രീകളെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്ന പുരുഷന്മാരെ, അത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെ, അത്തരത്തിലുള്ള പൂജാരിമാരെയും അതുപോലെ തന്നെ ജ്യോത്സ്യൻ അതും ഇതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അടുത്ത് കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെപ്പോലും മറന്നിട്ട് പറയുന്ന പല കാര്യങ്ങളും ആ പൂജാരിമാരോട് പറയും, ജ്യോത്സ്യന്മാരോട് പറയും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ മാർക്കറ്റ് ചെയ്യുന്ന ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചിലപ്പോൾ പറയുന്നുണ്ടാവും, അവർ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ചിലർ ഈ പൂജാരിമാർ പല സ്ത്രീകളുമായി അടുത്ത ബന്ധമുണ്ടാക്കി അവരുടെ വീഡിയോ അടക്കം അവരുടെ ഫോട്ടോ അടക്കം എനിക്കറിയുന്ന ഒരു പൂജാരിക്ക് കാലാണ് വീക്ക്നെസ്. അയാൾ എല്ലാ സ്ത്രീകളുടെയും കാലിന്റെ പടം വാങ്ങിച്ചു വെക്കും, അതുപോലെ തന്നെ ശരീരഭാഗങ്ങളുടെ പടം വാങ്ങിച്ചു വെക്കും. ഇങ്ങനെ നിരവധി പൂജാരിമാരെയും സന്യാസിമാരെയും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ സത്യത്തിൽ ഈ സന്യാസം എന്ന് പറയുന്നത് യഥാർത്ഥ അർത്ഥത്തിൽ സന്യാസിമാരായ എത്ര പേർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ സന്യാസം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇപ്പം നമ്മളൊരു പ്രശ്നം, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞാൽ സന്യാസിയല്ല, പക്ഷെ ഒരു ആധ്യാത്മികമായ ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ശത്രുതയുള്ള, എന്നോട് ശത്രുത പുലർത്തുന്ന ഒരാളെ പോലും ഞാൻ ഉപദ്രവിക്കാനായി ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞ് അപ്പം തന്നെ പറഞ്ഞു തീർക്കും എന്നല്ലാതെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുക, അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ സന്യാസിമാരെക്കാട്ടിലും അല്ലെങ്കിൽ ഈ ജ്യോത്സ്യന്മാരെക്കാട്ടിലും ഇത്തരത്തിലുള്ള പൂജാരിമാരെക്കാട്ടിലും ഒക്കെ ഭേദം ഞാനാണെന്നുള്ളത്. ഞാൻ എന്നെ തിരിച്ചറിഞ്ഞ ആളാണ്. എനിക്കത് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു കാര്യം ആരെയും അങ്ങനെ പ്രവർത്തിക്കരുത്, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയരുത്, ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഇപ്പോൾ എന്നോട് ശത്രുത പുലർത്തിയിട്ടുള്ള ഒരു വ്യക്തിയെ അയാൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ പോലും ഞാൻ ഗുണത്തെക്കുറിച്ച് പറയാറുണ്ട്. അയാൾ ഇങ്ങനെയാണ്, പക്ഷേ അയാൾക്ക് മറ്റു കാര്യത്തിൽ ഇങ്ങനെയുണ്ട് പ്രശ്നം, എങ്കിലും അയാൾ ഇങ്ങനെയുള്ള ഒരാളാണ് എന്ന് ഞാൻ പറയാറുണ്ട്. പലപ്പോഴും എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശത്രുത, ഇപ്പം ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവരെ പോലും ഞാൻ ഒരാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരുടെ പുറകെ നടന്നവരെ വേട്ടയാടാനോ ഒന്നും ശ്രമിക്കാറില്ല. ഏതെങ്കിലും തരത്തിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പറഞ്ഞാൽ പോലും അതിനെ ഞാൻ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രകൃതി, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തിക്ക് കൊടുത്ത ശേഷം ആ ശക്തിയോട് ഞാൻ വിഷമം പറഞ്ഞ് കരയുമെന്നുള്ളതല്ലാതെ ഒരാളെ ഉപദ്രവിക്കാൻ പോകില്ല. ആ കണക്ക് നോക്കിയാൽ യഥാർത്ഥത്തിൽ ആധ്യാത്മികതയുള്ളത് അങ്ങനെയുള്ളവർക്കാണ്. അല്ലാതെ ഈ സന്യാസിയുടെ വേഷം കെട്ടുക, ജ്യോത്സ്യന്റെ വേഷം കെട്ടുക, അല്ലെങ്കിൽ പൂജാരിയുടെ വേഷം കെട്ടുക, എന്നിട്ട് ആരും പറയാത്ത, ആരും ചെയ്യാത്ത പ്രവൃത്തികൾ ചെയ്യുക. എനിക്കറിയുന്ന ഒരു ജ്യോത്സ്യനുണ്ട്. ആ ജ്യോത്സ്യന്റെ അടുത്തേക്ക് ആര് എന്നാലും അവിടെ ചെല്ലുന്ന എല്ലാവരെയും പരസ്പരം തെറ്റിക്കും. അയാൾ കുറെ കഥകൾ ഉണ്ടാക്കും, അപസർപ്പ കഥകളെ വെല്ലുന്ന കഥകൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ആളെ അയാളുടെ അടുത്ത് കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും അയാൾ നമ്മളെയും അവരെയും തമ്മിൽ തെറ്റിച്ചിരിക്കും. അത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ അത്തരത്തിൽ പ്രവർത്തിച്ചിരിക്കും. അല്ലെങ്കിൽ ഈ ചെല്ലുന്ന ആൾക്കാരോട് നുണയും ഇത്തരത്തിലുള്ള ഈ മൂന്നാംകിട ആൾക്കാരെ പറയുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ. പണ്ടൊക്കെ ഇത് സ്ത്രീകൾ ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന പ്രവൃത്തിയാണ്. അത്തരത്തിൽ മൂന്നാംകിട പ്രവൃത്തി ചെയ്യുന്ന ചില ജ്യോത്സ്യന്മാരെയും സന്യാസിമാരെയും ഒക്കെ എനിക്കറിയാം.
അപ്പോൾ പക്ഷെ ഞാൻ ഇവരുമായിട്ടൊന്നും അധിക ബന്ധത്തിന് പോകാറില്ല. ഒരു സന്യാസി പറഞ്ഞാലും ഞാൻ അനുസരിക്കാറുമില്ല. കാരണം എനിക്കങ്ങനെ സന്യാസിമാരുമായോ അല്ലെങ്കിൽ ക്ലോസ് അസോസിയേഷനുള്ള ആളല്ല. കാരണം എനിക്കറിയാം ഒരാളെ കാണുമ്പോൾ ഇവർ ശരിയല്ല എന്ന് തോന്നിയാൽ അവിടെ നിന്നും പിന്മാറുകയും കൃത്യമായി തന്നെ നിലപാടെടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം നമ്മൾ പലഘട്ടത്തിലും പല സ്ഥലത്തും ഒക്കെ പറ്റിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആ പറ്റിക്കപ്പെടലൊക്കെ മനസ്സിലാവുന്ന സമയത്ത്, ഇത് പറ്റിക്കലാണെന്ന് മനസ്സിലാവുന്ന സമയത്ത് നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കിച്ചുകൊണ്ട് നമ്മൾ പിന്മാറുകയാണ് പതിവ്. അപ്പൊ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ മുതലമടയിലെ സ്വാമി 3000 കോടി, ഒരു സ്വാമി 3000 കോടി രൂപ റിസർവ് ബാങ്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ട്, ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും എളുപ്പം പറ്റിക്കാൻ പറ്റും ജനങ്ങളെ എന്നുള്ളതാണ്. സന്യാസത്തിന്റെ മറവിലും ജ്യോത്സ്യത്തിന്റെ മറവിലും പൂജയുടെ മറവിലും ഒക്കെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴും ബോധ്യമാവുകയാണ്. 3000 കോടി രൂപ റിസർവ് ബാങ്ക് തരുമെന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് എന്തിനു തരും? റിസർവ് ബാങ്കിന് അങ്ങനെ പണം കൊടുക്കാൻ വ്യവസ്ഥയുണ്ടോ? അല്ല റിസർവ് ബാങ്ക് ഈ 3000 കോടി രൂപ എന്തിന് ഈ സ്വാമിക്ക് കൈമാറുന്നു, അല്ലെങ്കിൽ ട്രസ്റ്റിന് കൈമാറുന്നു? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടല്ലോ, ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ? അപ്പോൾ ഈ 3000 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ കൊണ്ടൊരു വ്യവസായി കൊടുത്തു എന്നാണ്. ആ പണം ഘട്ടം ഘട്ടമായേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1,65,00,000 രൂപ പണമായും 1,55,00,000 രൂപ അക്കൗണ്ടിലും കൈമാറിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന ഒരുപാട് സ്വാമിമാരുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പൊ ആധ്യാത്മികത എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരികമായ ഉന്നമനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സാംസ്കാരിക ഉന്നമനമോ ആധ്യാത്മികതയോ ഇല്ലാതെ എന്ത് സ്വാമി, ഏത് സ്വാമി, അല്ലെങ്കിൽ എന്ത് ഗുണമാണ് അതിൽ നിന്നുണ്ടാവുക? ഇപ്പോൾ പലപ്പോഴും ഈ ജ്യോത്സ്യന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്ന പല സ്ത്രീകളോട് ഇവർ മോശമായി പെരുമാറാറുണ്ട്. അതിനുശേഷം ജ്യോത്സ്യന്മാർ ഈ സ്ത്രീകളെയൊക്കെ വിളിച്ച് പഞ്ചാര അടിക്കുകയും, പല ജ്യോത്സ്യന്മാരെ എനിക്ക് അങ്ങനെ അറിയാം. അതുപോലെ ഹീലിംഗ്, പ്രാണിക് ഹീലിംഗ്, അതുപോലെ അങ്ങനെ ഹീലിംഗ് ഒക്കെയുള്ള ചില ആൾക്കാർ. എനിക്ക് ഒരു പെൺകുട്ടിയെ ഞാനൊരു സ്ഥലത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അവസാനം കൗൺസിലറിന്റെ പ്രേമമായി പെൺകുട്ടിയോട്. കൗൺസിലറിന് കുടുംബമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ കൗൺസിലറിന് പിന്നീട് പ്രേമമായി. കൗൺസിലർ വല്ലാതെ ശല്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന പെൺകുട്ടി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സത്യത്തിൽ നമ്മൾ ഈ കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ മറ്റൊന്നിനോ പോകുന്നില്ല. കൗൺസിലിങ്ങിന് പോവുകയാണെങ്കിൽ രജിസ്റ്റേർഡ് ആൾക്കാരുടെ അടുത്ത് പോവുക, അല്ലാതെ ഈ ഉടായ്പമായി നടക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകരുത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ജ്യോത്സ്യമാണെങ്കിലും നല്ല ജ്യോത്സ്യന്മാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ വലിയ പൂജയോ ഹോമമോ ഒന്നും നടത്താൻ പറയുന്നവരൊന്നുമല്ല. എനിക്കറിയാം, എനിക്ക് അറിയുന്ന ചില ജ്യോത്സ്യന്മാർ അവിടെ ചെല്ലുമ്പോൾ അവർ ക്ഷേത്രത്തിൽ പോയിരിക്കാൻ മാത്രമാണ് പറയുന്നത്. അല്ലാതെ ക്ഷേത്രത്തിൽ പോയി പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ മാത്രമാണ് പറയുന്നത്. ഒരു വഴിപാടും കഴിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ പോയി ലക്ഷങ്ങളുടെ യാഗം നടത്താനോ ഹോമം നടത്താനോ ഒന്നും പറയാറില്ല. അത്തരത്തിലുള്ള നല്ല ജ്യോത്സ്യന്മാരുണ്ട്. ഇപ്പോൾ എനിക്ക് വേറൊരു ജ്യോത്സ്യനറിയാം. അദ്ദേഹത്തെ നമ്മൾ വിളിച്ചാൽ അദ്ദേഹം നമ്മളെ ഈ മുഴുവൻ നമ്മുടെ ഗ്രഹനില വരച്ചുകൊണ്ട് നമുക്ക് 5 പൈസ മുടക്കാതെ അദ്ദേഹം പറഞ്ഞു തരും എങ്ങനെയാണ് എന്താണ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ തൊഴിലല്ലത്, പക്ഷെ അദ്ദേഹം പറഞ്ഞു തരും എന്താണ്, നമ്മളെ കൂടെ പഠിപ്പിക്കും. നമ്മുടെ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ തന്നെ അനിലിന്റെ ഒരു ചിറ്റപ്പനുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹമൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അത് ഇത്ര രൂപ തരണമെന്നോ അല്ലെങ്കിൽ ഇന്ന വഴിപാട് കഴിക്കണമെന്നോ അദ്ദേഹം പറയാറില്ല. നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും അദ്ദേഹം ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ നിരവധി പേര് നല്ലതായി ജ്യോത്സ്യം പറയുന്ന അത്തരം ജ്യോത്സ്യന്മാരുണ്ട്. യഥാർത്ഥത്തിൽ ജനങ്ങൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിലുള്ള പ്രകമ്പനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജ്യോത്സ്യന്മാരുടെ പിറകെ അന്വേഷിച്ചു പോവലാണ്. എനിക്ക് ഒരു ജ്യോത്സ്യനെ അറിയാം. അയാൾക്ക് എന്തോ ഒരു കഴിവുണ്ട്, അയാൾ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ ഇയാളുടെ കഴിവുകളൊന്നും, അത് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒക്കെ നടക്കാറുമുണ്ട്. പക്ഷെ അത് ഫലപ്രാപ്തിയിലെത്താത്തത് അയാളുടെ മറുവശത്ത് അയാളുടെ ഈ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. ഒരു സാധാരണ മനുഷ്യൻ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർന്ന ഒരു മനുഷ്യനും സാധാരണ മനുഷ്യനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ആധ്യാത്മിക തലത്തിലേക്ക് ഉയരാൻ കഴിയാത്ത കുശുമ്പും ഉന്നായ്മയും കുത്തിത്തിരിപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി നടക്കുന്ന ജ്യോത്സ്യന്മാരുണ്ട്. ആ ജ്യോത്സ്യനൊക്കെ പറയുന്നത് നടക്കുമെന്നതിനപ്പുറത്തേക്ക് അയാൾക്ക് ഇനി ഒരു കാര്യം ഭാവി പ്രഡിക്റ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, നടന്ന കാര്യങ്ങളൊക്കെ. അത്തരത്തിലൊക്കെ ഈ ജ്യോത്സ്യത്തെയും അതുപോലെ തന്നെ അങ്ങനെ ഒരു ആളെ എനിക്ക് തോന്നുന്നു ഈ സ്വാമി സുനിൽദാസ് എന്ന് പറയുന്ന ആൾ ഇതൊന്നുമല്ലാതെ ഒരു ആശ്രമം സ്ഥാപിച്ച് മുന്നോട്ട് പോയ ഒരാളാണ്. ഇത്തരത്തിലുള്ള ഈ ആശ്രമത്തിനെ സംബന്ധിച്ച് നേരത്തെ മുതൽ തന്നെ വർഷങ്ങൾ മുമ്പ് തൊട്ട് തന്നെ ഈ സുനിൽ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അപ്പോൾ ഈ സുനിൽദാസിനെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങളും നിരവധി കേസുകളും ഇപ്പോഴും മനസ്സിലാക്കണം, ജയിലിലായിരുന്നിട്ട് കൂടി ജയിലിലാണ് എന്ന് പോലും പുറത്തറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ അത്രത്തോളം ശേഷി അല്ലെങ്കിൽ അത്രത്തോളം ഇങ്ങനെയുള്ളവർക്ക് ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയും. സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള ആൾക്കാരെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയും. അവരുമായി അടുത്ത ബന്ധം ഉണ്ടാക്കാൻ കഴിയും. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് അവർ ഇയാൾ ഫ്രോഡാണെന്ന് മനസ്സിലാക്കുന്നത്. അതുവരെ ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ട് പോകാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള സ്വാമിമാരെയും കള്ളനാണയങ്ങളെ തിരിച്ചറിയണം. ഇതാരാണ് കള്ളനാണയങ്ങൾ, അല്ലെങ്കിൽ ഇതിനൊരു ഓതറൈസേഷൻ അല്ലെങ്കിൽ ഒരു വേദി ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ. ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇപ്പോൾ പലപ്പോഴും ഹിന്ദുക്കളുടെ ഒരു പ്രശ്നം ഇതാ, എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് ജ്യോത്സ്യനോട് ചോദിക്കും, ആ ജ്യോത്സ്യം പറയുന്നതൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ജ്യോത്സ്യന്മാർക്കൊക്കെ വലിയ കാശാണ്. നമ്മൾ ഏതോ ഒരു ജ്യോത്സ്യനെ എന്നാൽ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു പുരുഷനെ ഒരു ജ്യോത്സ്യൻ
അയാളെ എവിടെയോ ആരോ പിടിച്ച സമയത്ത് ഹണി ട്രാപ്പുകാരെന്തോ പിടിച്ച സമയത്ത് അയാളുടെ കയ്യിൽ ഹണി ട്രാപ്പിൽ അവർ പിടിച്ചിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ഏതാണ്ട് 30ഓളം പവനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പുരുഷന്. സ്ത്രീകൾ പോലും ഇപ്പോൾ അങ്ങേയറ്റം പോയ 6 ഗ്രാമിൻ്റെ അല്ലെ 1 പവൻ്റെ ഒരു മാലയും ഒരു മോതിരവും ഒക്കെ മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ 30 പവൻ ഇട്ട് ഒരു സന്യാസിയെ കാണുന്നത്. അപ്പം ഹരിപത്തനാപുരമൊക്കെ നമുക്കറിയാം, ഈ ജ്യോത്സ്യന്മാരുടെ പല ചെയ്തികളെ പൊളിച്ചെടുക്കുന്ന ആളാണ് ഹരിപത്തനാപുരം. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് ചിലപ്പോൾ മുൻപരിചയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് പല രീതിയിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്ന ജ്യോത്സ്യന്മാരെ എനിക്കറിയാം. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ആധ്യാത്മികത ഉണ്ടെങ്കിൽ, ആധ്യാത്മികത മനസ്സിലെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാന്യതയുള്ളവരും സംസ്കാരമുള്ളവരും നന്നായി പെരുമാറുന്നവരും ആവശ്യമില്ലാത്ത പ്രവർത്തികൾ ഏർപ്പെടാത്തവരുമായിരിക്കും. ഇത്തരത്തിലുള്ളവർക്കൊക്കെ ഇടപെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്യാസിന്നോ സ്വാമിന്നോ ഒന്നും അത്തരക്കാരെ വിളിക്കാൻ കഴിയില്ല. ഈ സുനിൽദാസിനെ പോലും ഞാൻ സ്വാമി എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇയാളെ സുനിൽ സ്വാമി എന്ന് അറിയപ്പെടുന്നതുകൊണ്ടാണ് സുനിൽ സ്വാമി എന്ന് വിളിക്കുന്നത്. അത്തരക്കാരെ സത്യത്തിൽ എന്തിനാണ് സ്വാമി എന്ന് വിളിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല.